അതേ സൽക്കർമ്മങ്ങളിൽ അതിപ്രധാനമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സലാത്തിയുല്ലൽ നിർബന്ധാണ്, സുന്നത്തല്ല. സലാത്ത് നിർബന്ധാണ്. അല്ലാഹു പറഞ്ഞില്ലേ സല്ലൂ സലാത്തി അല്ലോണെന്ന്, പിന്നെ നിർബന്ധാണ്ട് പോകും. അല്ലല്ലേ പറഞ്ഞു സലാത്തില്ല. ആ നിർബന്ധം എവിടെയാണ്? നിസ്കാരത്തിൽ സലാത്തിയുല്ലൽ നിർബന്ധമാണ്. ഖുതുബയിൽ സലാത്തിയുല്ലൽ നിർബന്ധമാണ്. അതേ ഖുതുബ കേവലം ഒരു പ്രസംഗമല്ലല്ലോ. ഖുതുബയിൽ സലാത്തിയുല്ലൽ നിർബന്ധമാണ്. അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്തിയുല്ലൽ നിർബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിർബന്ധമായും സലാത്ത് ചൊല്ലേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, അവിടുത്തെ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതേ നിസ്കാരം ഫർളും സുന്നത്തും ഉള്ളതുപോലെ, നോമ്പ് ഫർളും സുന്നത്തും ഉള്ളതുപോലെ, ഹജ്ജ് ഫർളും സുന്നത്തും ഉള്ളതുപോലെ, അതേ ധർമ്മം ഫർളും സുന്നത്തും ഉള്ളതുപോലെ സലാത്ത് ഫർളും സുന്നത്തുമുണ്ട്. അല്ലാത്ത ഏത് സമയങ്ങളിലും സലാത്ത് സുന്നത്ത് തന്നെയാണ്, പുണ്യമാണ്. എന്നാൽ ദുആ തുടങ്ങുമ്പോൾ പ്രത്യേകം സുന്നത്താണ്, ദുആ തീരുമ്പോൾ പ്രത്യേകം സുന്നത്താണ്. രണ്ടാളുകൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്താണ്. ആളുകൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി കയ്യും പിടിച്ചിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അതേ മീറ്റ് ചെയ്യുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്, വിട്ട് പിരിയുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് 3 സലാത്തോടെ പിരിച്ചു വിട്ടു എന്ന് പറയുന്നത്. വിട്ട് പിരിയുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അങ്ങനെ പ്രത്യേകം സലാത്ത് സുന്നത്തുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. പള്ളിയിൽ കയറുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. എന്നാൽ എന്റെ ഉമ്മത്തുകളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആള് ആരാണ്? അക്സറുഹും അലയ്യ സലാ, ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ സലാത്തിന്റെ വാർഷികമാണെന്ന് പറഞ്ഞു. ധാരാളം സലാത്ത് ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. വെറും സലാത്തിന്റെ സാസിൽ മാത്രം ചൊല്ലിയാൽ പോരാ. ഒരു ചെറിയ സലാത്ത് ഞാൻ പറയാം. ഒരു 100 സലാത്ത് ദിവസം പതിവാക്കണം. ആകെ 8 മിനിറ്റ് മതി, അല്ലേ 10. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അതിലെന്തെല്ലുണ്ട്? സലാത്തുണ്ട്, നബി തങ്ങളുടെ മദ്ഹുണ്ട്. നിങ്ങളുടെ മദ്ഹ അലാ സയ്യിദിന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫാക്കപ്പെട്ട മുഹമ്മദ് എന്ന പേരുണ്ട്. വഅലാ ആലിഹി, നബിയുടെ കുടുംബത്തിന്റെ പേരിലും സലാത്തുണ്ട്, അതും സുന്നത്താണല്ലോ. വസഹബിഹി, നബി തങ്ങളുടെ സഹാബികളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഷിയാക്കളെ പോലല്ല. ഷിയാക്കള് സഹാബത്തിനെ അംഗീകരിക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയും, ഉമർ ഇബ്നു ഖത്താബിനെ കുറ്റം പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തും. അത് ശരിയായ ഇസ്ലാമല്ല. ഓ സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ പേരിലും സലാത്ത് വേണം. വസല്ലിം, സല്ലൂ അലൈഹി വസല്ലിമൂ, സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞ അതേ ഖുർആൻ സലാമും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സലാമും ഇപ്പോൾ ചൊല്ലിയ ഈ സലാത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ആ സലാത്ത് ഏറ്റവും ചുരുങ്ങിയതൊരു 100 തവണ ദിവസേന ചൊല്ലണമെന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമുക്കതും ചൊല്ലി അങ്ങ് കിടക്കാമല്ലോ. അതിന് പരിശ്രമിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എല്ലാവരും എഴുന്നേറ്റുന്നൊരു സലാത്തില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലിം. അങ്ങനെ നിങ്ങളൊന്ന് വേണേ വാച്ച് നോക്കിക്കോ. ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ സെക്കൻഡ് മതി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 സലാത്ത് എന്തായാലും ചൊല്ലാൻ പറ്റും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബിതങ്ങളുടെ മുഖം നമുക്ക് കാണണം.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ പോയി ഒരുമിച്ച് കൂടണം. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ സാധിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അവിടുന്ന് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞില്ലേ? ആ ഉദ്ഘാടനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. അതിന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാദരവ് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും ഇരിക്കണം. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസും ഈ പരിപാടിയും ഇവിടെയുള്ള ദീനീ സ്ഥാപനങ്ങളും പള്ളിയും മദ്രസയും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യണം റഹ്മാനേ.